ദുരന്തഭൂമിയായി മാറിയ വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ കേരള ജനത ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി പടുത്തുയർത്തിയ പുനരധിവാസ ടൗൺഷിപ്പിൻ്റെ ഒന്നാം ഘട്ടം ഫെബ്രുവരി 25-ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. 2024 ജൂലൈ 30-നുണ്ടായ മഹാദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്കായി സർക്കാർ ഒരുക്കിയ 178 വീടുകളാണ് മറ്റന്നാൾ നാടിന് സമർപ്പിക്കുന്നത്. തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചരിത്ര നിമിഷത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ നൽകിയ ഏറ്റവും വലിയ ഉറപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ദുരന്ത ബാധിതർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള പുനരധിവാസം ഉറപ്പാക്കുമെന്ന വാഗ്ദാനം ഇവിടെ പാലിക്കപ്പെടുകയാണ്. ദുരന്ത സമയത്ത് ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്ന സൈനികർ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി എല്ലാവരെയും ഈ പുനരധിവാസത്തിനായി സഹായിച്ചവരെയുമാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിച്ച ടൗൺഷിപ്പിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ഒരു നാട് തന്നെ മണ്ണിനടിയിലായപ്പോൾ ഉണ്ടായ നടുക്കത്തിൽ നിന്നും വയനാടിനെ തിരികെ കൊണ്ടുവന്നത് മലയാളിയുടെ ഐക്യമാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നാം ഒറ്റക്കെട്ടായി തീർത്ത ഈ അതിജീവനമാണ് ലോകത്തിനു മുന്നിൽ മഹത്തായ മാതൃകയായി ഉയർന്നു നിൽക്കുന്ന റിയൽ കേരള സ്റ്റോറി എന്നും അദ്ദേഹം കുറിച്ചു. നവകേരളത്തിൻ്റെ കരുത്തായി മാറുന്ന ഈ ടൗൺഷിപ്പ് ഉദ്ഘാടനത്തോടെ ദുരന്ത ബാധിതർക്ക് പുതിയ ജീവിതത്തിലേക്കുള്ള വാതിലുകളാണ് തുറക്കപ്പെടുന്നത്. ഇതേക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഭവം കൂടെയുണ്ട്. ചൂരൽമല ദുരന്തം പോലെ തന്നെ കേരളത്തെ പിടിച്ചുലച്ച സുനാമി ദുരന്തം ഉണ്ടാകുന്നത് UDF സർക്കാരിൻ്റെ ഭരണകാലത്താണ്. 278ഓളം മലയാളികൾ ദുരന്തത്തിൽ മരണപ്പെടുകയും നൂറുകണക്കിന് വീടുകൾ തകർന്ന് തരിപ്പണമാവുകയും ചെയ്ത മഹാദുരന്തമാണ് അന്നുണ്ടായത്. എന്നാൽ പുനരധിവാസം എന്ന പേരിൽ പിന്നീട് നടന്നത് ഒരു പകൽക്കൊള്ളയാണ്. 1400 കോടി രൂപ മുടക്കി സുനാമി ഇരകൾക്ക് അന്നത്തെ UDF സർക്കാർ നിർമ്മിച്ച് നൽകിയ ടൗൺഷിപ്പും ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് പിണറായി സർക്കാർ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. രണ്ട് മുന്നണികളുടെയും രണ്ട് ഭരണാധികാരികളുടെയും കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുവാൻ ആ കാഴ്ച തന്നെ ധാരാളമാണ്. സുനാമി ദുരന്തബാധിതർക്ക് അന്നത്തെ പുണ്യാളൻ എന്ന് വാഴ്ത്തപ്പെടുന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാർ നിർമ്മിച്ചു കൊടുത്ത വീടുകൾ 1.5 സെൻറ്റിൽ ആയിരുന്നു. ഒരു മുറിയും അടുക്കളയും ഒരു കക്കൂസും. 4 ഇഞ്ച് കനത്തിൽ മാത്രമാണ് അവിടുത്തെ ചുമരുകൾ പണിതിട്ടുള്ളത്. ഡ്രെയിനേജ് സിസ്റ്റം എന്ന സംവിധാനമില്ല. പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വയറിംഗ് ഒന്നും പൂർത്തീകരിച്ചു കൊടുത്തില്ല. കുടിവെള്ള സൗകര്യം പോലും ഇല്ലായിരുന്നു. ഈ വീടിന് അന്നത്തെ സർക്കാർ ചിലവാക്കിയത് 1.5 ലക്ഷം രൂപയായിരുന്നു. ആ വീടുകൾ ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ വിഹാര കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. ഇപ്പോൾ പിണറായി സർക്കാർ നൽകുന്ന ആധുനിക വീടുകൾ നിർമ്മിച്ചത് പാർട്ടിക്കാരുടെ പൈസ കൊണ്ടല്ലല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇതൊന്നും LDF സർക്കാരിൻ്റെ കഴിവുകൊണ്ട് ഉണ്ടായതല്ലെന്നും പറയുകയാണവർ. ഇത് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ MLA-മാരുടെയോ വീട്ടിലെ പണം കൊണ്ട് നിർമ്മിച്ചതല്ല എന്നത് സത്യമാണ്. ഒട്ടേറെ പേർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് പൈസ കൊടുത്തിരുന്നു. സർക്കാർ ഫണ്ടും ഇങ്ങനെ കിട്ടിയ സംഭാവനകളും ഒക്കെ ചേർത്ത് വെച്ചാണ് ഇപ്പോൾ സ്വപ്നതുല്യമായ ഈ വീടുകൾ ഒരുക്കുന്നത്. ഇതേപോലെയുള്ള സംഭാവനകൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും കിട്ടിയിരുന്നു. അതൊക്കെ എവിടെ പോയി എന്ന ചോദ്യം പോലും ആരും ചോദിക്കില്ല. കാരണം കോൺഗ്രസ് ഭരിക്കുമ്പോൾ അത് എങ്ങോട്ട് പോകുമെന്ന് എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ്. സുനാമി ദുരന്തം ഉണ്ടായ കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ച് നൽകുവാനും അടിയന്തര സഹായങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 1400 കോടി രൂപയിൽ 10 ലക്ഷം വീതം ആ ദുരന്തത്തിൽ മരണമടഞ്ഞ കുടുംബങ്ങൾക്ക് നൽകിയിരുന്നു. ബാക്കി തുക സംസ്ഥാന സർക്കാർ വകമാറ്റി ചിലവാക്കിയതായി ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നിട്ടും LDF സർക്കാരിൻ്റെ വയനാട്ടിലെ പുനരധിവാസ പദ്ധതിയെ കുറ്റപ്പെടുത്താനും പുച്ഛിക്കാനുമാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ വീടുകളും ഉമ്മൻചാണ്ടി സാർ നിർമ്മിച്ച സുനാമി വീടുകളും ഒന്ന് കണ്ടു നോക്കുക. രണ്ട് വ്യത്യസ്തമായ ഭരണകൂടങ്ങളുടെ കയ്യൊപ്പ് നിങ്ങൾക്കതിൽ കാണാൻ കഴിയും.